I request our producers to kindly do the honor. Well, so we've got a countdown, and I think we are ready to go. So on a count of 5, shall we? Can we all together do the countdown? Ready? Alright, so on a count of 5, 4, 3, 2, 1, and here we go. Ladies and gentlemen, please put your hands together. Demands Film Factory presents here is the brand new movie from Demands Film Factory named Derby. Ladies and gentlemen, please put your hands together, everyone, and make some noise together. Thank you so much. Thank you, sir. Now, to talk a little more about the movie, we would like to invite on stage Sri Ashokan sir. Sir, please. Cinema kuറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി I request your presence on stage. Please everyone, please put your hands together to welcome him on stage. Yes, sir. എല്ലാവർക്കും നമസ്കാരം. സജിലിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് എനിക്ക് തോന്നുന്നു അല്ലേ? സജിലെ രണ്ടാമത്തെ മൂവിയാണ്. ഫസ്റ്റ് മൂവിയിൽ ഞാനുണ്ടായി, അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. കടകൻ എന്ന് പറയുന്നൊരു സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. ഒരു അസമയത്തായിരുന്നു എൻ്റെ റിലീസിങ്. അതുകൊണ്ട് മാത്രം പരാജയം എന്ന് പറയാൻ പറ്റില്ല, നല്ല സിനിമ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ വീണ്ടും ഒരു സിനിമയുമായിട്ട് സജില് രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. യൂത്തിന് വെച്ചിട്ട് ഒരു ക്യാമ്പസ് പോലെ പൊരിക്കാൻ പറ്റിയ സിനിമയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സിനിമയും നടക്കുള്ളൂ. വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ്, ഏറ്റവും വലുത് പ്രൊഡ്യൂസർ തന്നെയാണ്, ഒരു സംശയമില്ല. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക, അതിൻ്റെ രീതിയിൽ അത് മേക്ക് ചെയ്യുക, നല്ല സമയത്ത് റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക. അതെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലേ? സോ ഈ സിനിമ പണിയറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കയ്യിലാണ് ഈ സിനിമ. കാരണം കടകൻ ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിനുശേഷം വേറെ സബ്ജക്റ്റായിട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഇത് പിടിച്ചിട്ട് അത് പിടിക്കുന്നതായിരിക്കും കുറെ നല്ലത്. അവരൊരു തീരുമാനം തന്നെയായിരുന്നു. അതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്തായാലും ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. Thank you so much. ഡെർബി എന്ന ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ ജോണി ആന്റണി സർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്റെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചിത്രത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഡെർബി എന്ന സിനിമ ഇപ്പം ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ചേട്ടൻ നന്നായിട്ട് ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ചേട്ടൻ പണിയറിയാവുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ അറിയില്ല. ഞാൻ കടകളിൽ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതൊരു സന്തോഷം, ഒരു സമാധാനമുണ്ട്. നല്ലൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെ ഈ പയ്യൻ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണൊക്കെ
ആദ്യം എന്നോട് പറഞ്ഞു ചേട്ടാ കുറച്ച് ദിവസം, പിന്നെ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ ആയിക്കോട്ടെ, ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് വളരെ കുറവാണ്, ഇപ്പം എത്ര ദിവസം കൊണ്ട് എടുത്തോ? അപ്പോൾ 15 ദിവസം വേണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പലിൻ്റെ ക്യാരക്ടർ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞില്ല, സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും. പിന്നെ പുതിയ ആളുകളുമായിട്ട് ഈ അടുത്ത കാലത്ത് ഞെട്ടിച്ച കുറേ താരങ്ങളുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഈ സിനിമ ഒരു നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു പ്രൊഡ്യൂസർ, നല്ല യൂത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. എല്ലാവരും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു 9:30 മുതൽ ആ പുറത്ത് ദോശ ഇടാൻ തുടങ്ങിയത് ആളുകൾ. അപ്പം ഞാൻ എന്നെ നോക്കി 2000 ദോശ കഴിച്ചിട്ടുണ്ട്. പടപടാ ചുട്ടോണ്ടിരിക്കുക, എവിടെ ഒന്ന് ചുട്ടു നിർത്തിയിട്ട് നീ ചൂടായിട്ട് കുറച്ച് ചൂടാവെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എല്ലാവർക്കും നല്ലത് തന്നെ. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ എനിക്ക് വളരെ എൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകളുടെ ഒരു സിനിമയാണ്. എൻ്റെ നാട്ടുകാരനാണ് പ്രൊഡ്യൂസ് മൻസൂർ. പിന്നെ സഹറു ആണെങ്കിലും അമീർ ആണെങ്കിലും എൻ്റെ അടുത്ത് നേരത്തെ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അവരെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടുകാരനാണ്, മലപ്പുറത്തുകാരാണ്. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന പണി എന്ന സിനിമ ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല. പണി എന്ന സിനിമയിൽ എന്നെ ഒരുപാട് ഞെട്ടിച്ച താരങ്ങളാണ് ഇവർ രണ്ടുപേരും. പിന്നെ പ്രിയപ്പെട്ട ശ്രീ അശോകൻ ചേട്ടൻ, പിന്നെ ജോണി ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേരുടെ ഇഷ്ടമുള്ളവരുടെ ഒരു കൂട്ടമാണ് ഇന്ന് ഈ സിനിമയിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഡർബി വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സജിലിനെ പറ്റി പറയണമെങ്കിൽ നേരത്തെ അശോകൻ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ഷോ കണ്ട സിനിമയാണ് ഞാൻ കടകൻ എന്ന സിനിമ. ഒരു പുതിയ ഫിലിം മേക്കറുടെ ഒരു പാകപ്പിഴയില്ലാതെ തന്നെ വളരെ മനോഹരമായ ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത ഒരു സംവിധായകനാണ്. അതും എൻ്റെ നാട്ടിൽ മലപ്പുറത്ത് ഒരു നാടിനുള്ള സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഈ ഡർബി സിനിമയ്ക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്നും ഈ ഒരു സുദിനത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമാണ് ഓരോ സിനിമകളുമായിട്ട് പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ മലയാള സിനിമയിലോട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു പടത്തിലൂടെ സജിലിൻ്റെ കടകൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല. പക്ഷെ അത് OTT വന്നപ്പോൾ ഞാൻ ആ പടം കാണുകയും ഞാൻ സജിലിനെ വിളിച്ചായിരുന്നു, ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. കാര്യം ഹക്കീമിനെ ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ആ പടത്തിൻ്റെ ട്രെയിലറെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ആ സിനിമ കാണുകയും ആ സിനിമ കണ്ട് സജിലിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷെ അന്ന് അഭിനന്ദിക്കാൻ പറ്റാത്തതിന് ഇപ്പം അഭിനന്ദിക്കുന്നു. അതുപോലെ പുതിയൊരു കമ്പനി മലയാള സിനിമയിലോട്ട് വരുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ല സിനിമകൾ, ഒരുപാട് നല്ല സിനിമകൾ ആ കമ്പനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഈ സിനിമയുടെ ഞങ്ങളൊന്നിച്ച് അഭിനയിച്ച സാഗർ, ജുനൈസ്, ആൻമർലറ്റ്, ഇവർ 3 പേരും വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാനുമുണ്ട്, ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ. ഇത് പറയാൻ അനുവാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിമേ അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഞാൻ സജിലിനെ പടം കാണുന്നതായിരിക്കും കടകം. എല്ലാവിധ ആശംസകളും ഈ പ്രൊജക്റ്റിന് നേരുന്നു. നന്ദി, നമസ്കാരം. Thank you. Now on stage, I would like to invite Manikandan Chetan and Hakeem. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് എനിക്കങ്ങനെ ഒരുപാട് സംസാരിക്കാൻ അറിയില്ല. എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. സജിൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. രണ്ടാമത്തെ സിനിമയിലും അവസരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസരം ഇല്ലെങ്കിൽ ഞാൻ നാഗചേച്ചിയായി മാറും എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും സജിലിനും അതുപോലെ തന്നെ സാഗർ എല്ലാവരും വളരെ
എൻ്റെ അടുത്ത വേണ്ട അനിയന്മാരാണ്, പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. Thank you so much. Sajidika. ഭയങ്കര സന്തോഷം ഈ പ്രൊഡക്ഷൻ കമ്പനി മനസ്സിലേക്ക് വരുന്നത്. മാത്രമല്ല അതിൽ ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ടുള്ള കാരണമാണ് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് ഘടകം. ഇത്രയും വലിയൊരു ലോഞ്ച് ആണ് സിനിമയ്ക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ അമീർ സുഹൃത്തും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഞാനും അവരോട് സിനിമ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സിനിമ നന്നായിട്ടെ. ഇനി ഒരുപാട് നല്ല സിനിമകൾ ശ്രമിച്ചായിരുന്നു. താങ്ക് യു. Thank you so much. Shafika. എല്ലാവർക്കും നമസ്കാരം. ഡർബി വൻ വിജയമായി മാറട്ടെ. മൻസൂർ ഭായിക്ക് ഇതേ ടീമിനെ വെച്ച് അടുത്ത പടം ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ എനിക്കൊരു സന്തോഷം പറയാനുള്ളത്, ഞാനും വളരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം കണ്ട് പിന്നെ സിനിമയിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയിലെ മിന്നുന്ന താരങ്ങൾക്കൊപ്പമാണ് ഒരു വേഷം എനിക്കുണ്ട്. പിന്നെ ജോൺ ചേട്ടൻ്റെ കൂടെ വീണ്ടും ഒരു പടത്തിൽ വരുന്നതിൻ്റെ സന്തോഷം വേറുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് ഞാൻ വേറൊരു പടത്തിലുണ്ടായിരുന്നു, തട്ടുമലയിൽ. പിന്നെ കോളേജിൻ്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. 10ാം തരം പൊരുതി തോറ്റൊരു മനുഷ്യനാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെപ്പം കളിയാക്കുക. അവൻ ഈ കോളേജ് ക്യാമ്പസിലൊക്കെ കലസുന്നൊരാളായതുകൊണ്ട് ഇപ്പം കോളേജ് പഠിക്കാത്ത എനിക്ക് കോളേജിലൊരു അധ്യാപകൻ്റെ വേഷം ഇതിനകത്ത് തന്നതിന് സജിലിനോടും ടീമിനോടൊക്കെ പ്രത്യേകം കടപ്പാട് നന്ദി അറിയിക്കുന്നു. എല്ലാവരും വിജയാശംസകളായിരുന്നു. ജയ്. Thank you so much. Now it's time for the cast to join on stage. ഈ സിനിമയിൽ ലീഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ stunning super hero. Also requesting Anne Merlin to kindly join on stage, please. Hey everyone, please put your hands together. And also requesting Sagar Surya and Manoop to kindly join on stage, please. And also requesting Habib Shahjahan to kindly join on stage. So, from where should I start? ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ജുനൈസിൽ തന്നെ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പണിയിൽ തന്നെ മെർലിറ്റ്, സാഗർ, ബോബിച്ചേട്ടൻ, അങ്ങനെ എല്ലാ ആൾക്കാരോട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സജിൽ ബ്രോ പണി കഴിഞ്ഞ തന്നെ ആദ്യം വിളിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം തന്നെ പുള്ളി പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഹലോ, അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം സജിലിക്ക് നമ്മുടെ നാട്ടുകാരാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്തായാലും അടിപൊളിയായി വരട്ടെ. ഇതെല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. രണ്ടാമത്തെ പടമായിട്ടാണ് ഡർബി അനൗൺസ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ ഡിറ്റക്റ്റീവ് ഫിലിം മെയ് 14 അപ്പോൾ അതിനുശേഷം സജിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടമുണ്ട്, ഇതുകൊണ്ട് നീ എന്നെ ചെയ്യണം എന്ന് പുള്ളി ഭയങ്കര കോൺഫിഡൻസോടെ പറഞ്ഞു. ഇതിലൊന്നും എനിക്കറിയത്തില്ല. മാക്സിമം ഞാൻ എൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കും. താങ്ക് യു. Advice about your character, please. നമസ്കാരം. ശരിക്കും മൂന്നാമത്തെ പടം, പക്ഷേ സജിൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ്. ഇത് ഞാൻ മാത്രമാവും സജിൻ്റെ കൂടെ വീണ്ടും ഇറക്കിയിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. നമസ്കാരം. എൻ്റെ പേര് ഋഷൻ കെ എന്ന് പറയും. ഞാനൊരു സിംഗറാണ്. ബി വി എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മുമ്പേ. പിന്നെ ഒരു ചെറിയൊരു ക്യാരക്ടർ മറ്റേ ആഷിഖ് അബൂഖാന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, റൈഫിൾ ക്ലബിൽ. അപ്പോൾ ഇതെന്റെ സെക്കൻഡ് പടമാണ്. പക്ഷെ ത്രൂ ഔട്ട് പടമായതുകൊണ്ട് ഭയങ്കര ടെൻഷനാണുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതന്നെ. Thank you. And
First of all, congratulations, Gino, for your recent award. So now about this movie. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് സജിനെ പോലെ യങ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് വളരെ സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാകണം, ഇത് സക്സസ്ഫുൾ ആകാനും എല്ലാവരും അനുഗ്രഹം ഉണ്ടാകണം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് മനു. എൻ്റെ ഫസ്റ്റ് പടമാണ്. സജിൽ എൻ്റെ സുഹൃത്താണ്, കൂടപ്പിറപ്പാണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. തുടക്കം മുതലേ ഞങ്ങൾ അപ്പോൾ കടകൻ എന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. എൻ്റെ ഫസ്റ്റ് പടമാണ്. നമസ്കാരം, എൻ്റെ പേര് ഹബീബ് ഷാജാൻ. എൻ്റെ ഫസ്റ്റ് പടമാണ്. ഒരു നല്ലൊരു ക്യാരക്ടർ വന്നതിൽ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. Thank you so much and all the best. Thank you for joining and requesting Fahiz to kindly stay back on stage. Rest of you, thank you so much for joining. Please take your seats. Thank you. Confused aren't because you are the script director, right? Next turn is for the script directors. So can we have on stage also Mr. Amir Suhail and Amir Suhail. ആദ്യത്തെ പടമായിട്ട് വന്നിട്ടുള്ളതാണ്. എൻ്റെ പേര് സഹറു. കാര്യമായിട്ട് പ്രസംഗിക്കാനൊന്നും അറിയില്ല. നമ്മളൊരു വ്യക്തിക്ക് നമ്മളെ നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു കോളേജ് പടം എഴുതാമെന്ന് പ്ലാൻ ചെയ്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. എൻ്റെ പേര് വീണ്ടും വയസ്സ്. എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസറായ മൻസൂർക്കാരാണ്. കാരണം ഇങ്ങനെ ഒരു ഫസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് നല്ല കോൺഫിഡൻസിലാണ്. ഞങ്ങളൊരു കോൺഫിഡൻസ് കണ്ടിട്ടാണ് മൻസൂർക്ക ഈ സിനിമ ചെയ്യാത്ത പറഞ്ഞത്. ബിഗ് താങ്ക്സ് ടു മൻസൂർക്ക. താങ്ക് യു മൻസൂർക്ക. പിന്നെ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ സജിനും പറഞ്ഞ നല്ല പരിപാടിയാണെന്ന് ബാക്കിയൊക്കെ ഇൻഷാല്ലാ. Thank you so much. നമസ്കാരം. എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട് വന്നു ചേർന്ന എല്ലാവർക്കും. താങ്ക്സ്. ഓക്കെ. Well, so now it's time to hear from none other than Sajil Mamba. എന്താ പറയാ, ഇനി എൻ്റെ പരിപാടിയാണ് മേക്കിംഗ് ആണെന്നുള്ളത്. ഇതിൽ പൂർണ്ണ നല്ല കോൺഫിഡൻസ് ഉണ്ട്. നല്ലൊരു സിനിമ ആവട്ടെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എൻ്റെ DOP ഇവിടെ, അതുപോലെ തന്നെ അശ്വിൻ, ജെറി, അശ്വിൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ്. ജെറി നമ്മുടെ എഡിറ്ററാണ്. അപ്പം വലിയൊരു ടീം വർക്കാണിത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് ഇവരിലൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മൻസൂർഖാനെ പോലത്തെ ആള് പ്രൊഡ്യൂസ് ചെയ്യാൻ വീട്ടിൽ മാത്രമാണ് ഇങ്ങനൊരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. പിന്നെ എൻ്റെ AD-മാർ, അസിസ്റ്റൻസ്, അവർ, അപ്പം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. കൂടുതലൊന്നും പറയണില്ല. സിനിമ നല്ല സിനിമയായി വരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുക, അത്രമാത്രം. നമസ്കാരം, എൻ്റെ പേര് അശ്വിൻ. ഇതിൻ്റെ രണ്ടാമത്തെ പടമാണ്. എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരും ഹോൾ ഹാർട്ടഡ് സപ്പോർട്ടും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് മേക്ക് എ ബാങ്കർ ഓഫ് ദിസ്. താങ്ക് യു. ഇതുവരെ ജെസിൻ എൻ്റെ ഒരു രണ്ടാമത്തെ പടമാണ്. നമ്മളെ സജിലിൻ്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ചെറിയ വേറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാവുക. പിന്നെ നമ്മളെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ ഒന്ന് വിളിക്കുകയാണ്. ഗോപാൽജി, നിതിൻ, എടാ എല്ലാവരും
So now it's time for the switch on ceremony. Requesting the producers as well as to kindly join on stage. Sir, please, both of you, requesting you to kindly join on stage. Mansoor sir and Dima Mansoor, please, both of you. And also requesting our executive producer, Mr. Jamal Babu, and also technicians. Cinemal പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. For the switch on ceremony, please. സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്ലീസ്. Nijirka requesting you to kindly join on stage. Our production controller, Nijirka, requesting your presence. And also requesting Mr. Nisar Ahmed, our costume designer, to I hope. Now requesting producers to kindly do the switch on ceremony. ഏറ്റവും മനോഹരമായ ഒരു തുടക്കമാവട്ടെ ഈ ചിത്രത്തിന്. ഡിമാൻസ് ഫിലിം ഫാക്ടറി ആദ്യത്തെ പ്രൊഡക്ഷൻ, ആദ്യത്തെ ചിത്രം ഡെർബി സിനിമയുടെ ഔപചാരികമായ ക്യാമറ സ്വിച്ച് ഓൺ സെറമണി ഇവിടെ നിർവഹിക്കപ്പെടാനായി പോവുകയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഓഫ് ദ ഫിലിം. Here happens the very first clap of the film. So ladies and gentlemen, girls and boys, please put your hands together as we are beginning here. ചിത്രം ഏറ്റവും മനോഹരമായി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. Producers Actor Mansoor Abdul Razak and Dima Mansoor ചേർന്ന് ക്യാമറ സ്വിച്ച് ഓൺ സെറമണി ഇവിടെ നിർവഹിക്കാനായി പോകുന്നു. Ladies and gentlemen, please put your hands together as we begin a brand new movie, Derby. It happened, the official switch on ceremony for the movie. This is a very auspicious occasion, a very blessed moment as well. Thank you so much. And Sajal, all the best. ഒരു സോങ് ഞാൻ പാടിയിട്ടുള്ള കലാലയ ഓർമ്മകൾക്ക് നമ്മുടെ ഏറ്റവും നല്ല നമ്മൾ നിഷ്കളങ്കമായ സ്നേഹവും സൗഹൃദമൊക്കെ പങ്കിട്ട അതിരുകളോ മതിലുകളോ ഇല്ലാത്ത ഏറ്റവും നല്ല മനുഷ്യ സ്നേഹം നേടിയെടുത്ത അക്ഷരമുറ്റമാണ് കലാലയം എന്ന് പറയുന്നത് ക്യാമ്പസ്. അത് വല്ലാത്തൊരു അനുഭൂതിയാണെന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഈ സിനിമയിലൂടെ അത് അനുഭവിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിൻ്റെ കുറച്ച് വരികൾ. എന്നുമെന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരം അനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകവീചി ഞാൻ കടന്ന നേരം കൈകൊട്ടി അരികിൽ വന്നു നിന്ന് കേളീഭവനം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പർ അനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം.
താങ്ക് യു നിങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. റിഷ്, ഓൾറെഡി യു ടോൾഡ് ഇത് സർപ്രൈസ് ആയിരുന്നു പരിപാടി, അതുകൊണ്ട് എന്റെ ട്രാക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ എന്റെ റീസെന്റ് ഇറങ്ങിയ BV എന്ന് പറഞ്ഞ സോങ് കുറച്ച് പാടാം. സോ അതിന്റെ ഒരു പോഷൻ ഉണ്ട്. പഠിക്കണ വലിയതോ സ്ഥലത്താ, പഠിക്കണ വലിയതോ സ്ഥലത്താ, അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. ഹൈറ് അടക്കത്ത് നടക്കുന്ന മോളെ നിന്നെ ഒതുക്കത്ത് കഥയിലെ റാണിയാക്കാം. അത് കഴിഞ്ഞോളപ്പം ജീവിച്ച് തീർത്താലും ഭൂമിന്റെ സ്വർഗം ഞാൻ പുരയിലാക്കും. കൽക്കണ്ട കനിയെ കരളിന്റെ കഷ്ണെ ഉമ്മാന്റെ മരുമോളായി പോരുന്നു നീ. ഞാൻ അച്ഛ മോനാന്ന് വലിയില്ല കുടിയില്ല ചൊത്തയല്ല പണി നല്ല ചോറ ഒരു മുറി പീഡിയ ഉമ്മാന്റെ പുരയുടെ പയ്യാമെന്താ. അതാണ് എന്റെ സോങ്. എന്റെ BV ആയിട്ട് അഭിനയിച്ച ശീതലി സർ എല്ലാവരോടും ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇപ്പോഴാണ് സംഗതി കുറച്ചുകൂടി round of applause together, everyone present here. And make some noise everyone, we can't hear you. Thank you so much. And once again, ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു വൻ വിജയമായി മാറട്ടെ ഈ ചിത്രമെന്ന്. Thank you. And a big thanks to each and every one of you ട്ടോ. ഇവിടെ ഇന്നേ ദിവസം എത്തിച്ചേർന്ന് നമ്മുടെ കൂടെ ഇത്രയും അധികം നേരം സ്പെൻഡ് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ബിഗ് താങ്ക് യു അറിയിക്കുകയാണ്. The food counters are open outside. So എല്ലാവരോടും തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Thank you so much and wishing you all a great day ahead. Thank you.